ഓക്കെ, ഇന്ന് രാത്രി നമ്മളോട് വിചാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണിത്. അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം, പ്രായോഗിക ക്രിസ്തീയ ജീവിതം സംബന്ധിച്ചോ അല്ലെങ്കിൽ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിലോ ഒക്കെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സമയമാണിത്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് കടന്നു വരാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളവർ മൈക്ക് ഓൺ ചെയ്ത് ഓരോരുത്തർക്കായിട്ട് ചോദിക്കാം. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരുമിച്ച് ശ്രമിക്കാം. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ബൈബിളിൽ നിന്നാണ്, എഫേസ്യ ലേഖനത്തിൽ നിന്നല്ല. എന്നാലും നമുക്കറിയാം ഈ സഹസ്രാബ്ദ വാഴ്ച അത് നമ്മുടെ സഭ മഹോപദ്രവ കാലത്തിലൂടെ കടന്നു പോകും. ഇത് ചിലർ പറയുന്നു കടന്നു പോകും, ചിലർ പറയുന്നു കടന്നു പോകില്ല എന്നൊരു പറയുന്ന ഒരു സാഹചര്യമുള്ളൂ. ശരിക്കും പാസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ജെറിബ്രർ ചോദിച്ച ചോദ്യം ഇതാണ്: സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ ഇത് വളരെ ഡിബേറ്റ് നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. സഭ മഹോപദ്രവത്തിൽ കൂടെ കടക്കുമോ ഇല്ലയോ എന്നുള്ളത്. വാസ്തവത്തിൽ ഇതിനെ സംബന്ധിച്ച് 3 അഭിപ്രായങ്ങളാണ് ആളുകൾ പറയാറുള്ളത്. ഒരു കൂട്ടർ പറയുന്നത് സഭ മഹോപദ്രവത്തിൽ കൂടെ കടക്കില്ല, അതായത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത നടന്ന് സഭയുടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ് മഹോപദ്രവം നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ തന്നെ രണ്ടാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോയതിന് ശേഷമാണ് എടുക്കപ്പെടുക എന്നുള്ള ചിന്താഗതിയുണ്ട്. മൂന്നാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത് സഭ മഹോപദ്രവത്തിൻ്റെ മധ്യകാലത്തിലായിരിക്കും എടുക്കപ്പെടുക. അപ്പോൾ കുറച്ച് കടന്നു പോകും, കുറച്ച് കടന്നു പോകില്ല. ഇങ്ങനെ 3 രീതിയിലുള്ള ചിന്തകളാണ് ഈ വിഷയത്തിൽ പൊതുവിൽ വേദപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ വച്ച് പുലർത്തുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഓരോരുത്തരും അവരവരുടേതായിട്ട് പറയുന്ന ന്യായങ്ങളുണ്ട്. ഇപ്പം സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും എന്ന് പറയുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളില്ല. അതായത് മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും എന്ന് പറയുന്ന 2 ഘട്ടങ്ങളില്ല, ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ, ഒരു ഫേസ് മാത്രമേ ഉള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അവരാണ് സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്ന് പറയുന്നവർ. എന്നാൽ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകില്ല എന്ന് പറയുന്നവർ അവർ കർത്താവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒരു രഹസ്യ വരവ്, സഭയെ ചേർക്കാനായിട്ടൊരു വരവും, പിന്നെ പരസ്യമായിട്ടുള്ള ഒരു വരവും എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഈ നടുവിലെടുക്കപ്പെടും എന്ന് പറയുന്നവരും ഏകദേശം 2 വരവുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പല രീതിക്കുള്ള അഭിപ്രായങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഉള്ളത്.
അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഉത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, സഭ മഹോപദ്രവത്തിലൂടെ പോയാലും പോയില്ലെങ്കിലും കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുമോ? അത് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഓക്കെ, കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മഹോപദ്രവത്തിൽ കൂടെ പോയാലും പോയില്ലെങ്കിലും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തന്നെ ഈ ഒരു കാര്യം ഒരു തിയോളജിക്കൽ ഇഷ്യൂ ആണ്, ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഒന്നാമത് എന്താണ്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കറിയാം, ഈ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അവിടെ 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ശിഷ്യന്മാർ കർത്താവിനോട് 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, അത് എപ്പോൾ സംഭവിക്കും, അത് എപ്പോൾ സംഭവിക്കും. അപ്പോൾ ഈ അത് എപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ഏത് സംഭവിക്കുന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. അപ്പോൾ യേശുവിടെ യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, അതെപ്പോൾ സംഭവിക്കും? അപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ നാശം എപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകാവസാനം, ഇതിൻ്റെ അടയാളം. അപ്പോൾ ഇവിടെ 3 വ്യത്യസ്ത കാര്യങ്ങളാണ് ശിഷ്യന്മാർ ചോദിച്ചത്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1, യെരുശലേം ദേവാലയത്തിൻ്റെ നാശം. 2, കർത്താവിൻ്റെ വരവ്. 3, ലോകാവസാനം. അപ്പം കർത്താവ് ഇതിന് മറുപടി പറയുമ്പോൾ ഈ ചോദ്യം തെറ്റാണ് എന്നുള്ള രീതിക്ക് കർത്താവ് പറയുന്നില്ല. അതായത് ഇത് 3 സമയത്ത് സംഭവിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് കർത്താവ് പറയുന്നത്. യെരുശലേമിൻ്റെ നാശം, കർത്താവിൻ്റെ വരവ്, മഹോപദ്രവ അല്ലെങ്കിൽ ലോകാവസാനം, ഈ 3. അപ്പം അതിനകത്ത് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് ഉള്ള ലക്ഷണങ്ങളായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പറയുന്നത്, അതിൻ്റെ 36-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. എന്നിട്ട് 42-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. എന്നിട്ട് 44-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അപ്പോൾ ഇവിടെ എല്ലാം കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് അപ്പിയറൻസ്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ കർത്താവിൻ്റെ വരവ് മഹോപദ്രവത്തിന് ശേഷമാണെങ്കിൽ
അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് അല്ല, അപ്രതീക്ഷിതമായിട്ടല്ല വരുന്നത്. അപ്പം ഇവിടെ കർത്താവ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, മഹോപദ്രവ കഴിഞ്ഞിട്ട് ഒരു 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 സംഭവ പരമ്പര കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം കർത്താവ് വരും എന്ന് പറഞ്ഞാൽ അത് ആ അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന, നിങ്ങൾ നനയ്ക്കാത്ത, ചിന്തിക്കാത്ത സമയത്ത് വരും എന്ന് പറയുന്നത് അവിടെ ശരിയാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, അതായത് കർത്താവ് ഇപ്പോൾ വരുമെന്ന് ആരും ചിന്തിക്കാത്ത ഒരു സമയത്തിൽ കർത്താവിൻ്റെ ഒരു വരവുണ്ട്. അതാണ് സഭയെ ചേർക്കാനായിട്ട് വരുന്നത്. അത് മഹോപദ്രവത്തിന് ശേഷമാണെന്ന് പറഞ്ഞാൽ അത് അൺഎക്സ്പെക്റ്റഡ് അല്ലാതെ വരും. കാരണം നമുക്ക് സമയം അറിയാം, മഹോപദ്രവം തുടങ്ങി അത് അവസാനിക്കുന്ന സമയം, അപ്പോൾ ഇനിയിപ്പോൾ കർത്താവ് വരാറായി, നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാനായിട്ട് പറ്റും. അങ്ങനെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. ബൈബിള് പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവ്, ഒരു വരവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരവുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പം ആരും പ്രതീക്ഷിക്കുന്നില്ല, എപ്പോഴാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ആ വരവ് ഇന്ന സമയത്ത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഹോപദ്രവത്തിന് ശേഷമാണെങ്കിൽ, അല്ലെങ്കിൽ മഹോപദ്രവത്തിൻ്റെ മധ്യസമയത്താണെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത് എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതാണ് വേദപുസ്തകത്തിൻ്റെ ഈ കാര്യത്തിലെ അഭിപ്രായം. വളരെ ചുരുക്കി ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇപ്പോൾ കർത്താവിൻ്റെ വരവ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ. ചിലപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും, എപ്പോഴാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുന്നു പറയുന്നവർ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവ് മധ്യാകാശത്തിൽ എന്തോ മണിപ്പന്തലിടുമെന്നോ അവിടെ എല്ലാവരും കൂടെ താമസിക്കും, അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഓക്കെ. ആ തെസ്സലോനിക്കലേന്ത്യയിൽ പറയുന്നത് നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കർത്താവ് മധ്യാകാശത്തിൽ വരും, നമ്മളെ ചേർക്കും, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. മധ്യാകാശത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കും എന്നൊന്നും ദൈവവചനം പറയുന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ദൈവവചനത്തിൽ നിന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ മറുപടി കൃത്യമായ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വിശദീകരണങ്ങൾ ചോദിക്കാം. എനിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞോളൂ. ഹലോ, എനിക്ക് മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പ്രൈസ് ലോർഡ്. നമ്മൾ FAC ലേഖനത്തിൽ തന്നെ പഠിച്ച അതില് 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതിൽ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതൊന്ന് നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തു. മനസ്സിലായി ഞാൻ ചോദിച്ചു? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് സത്യത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്. ഈ പലപ്പോഴും നമ്മൾ 10-ാം വാക്യം ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതായത് അത് എന്താണ്, 8-ാം വാക്യം തൊട്ടെങ്കിലും നമ്മൾ നോക്കി വരണം. കാരണം അവിടെ പറയുന്നത്, 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും കാരണമല്ല എന്നാണ് അവിടെ പറയുന്നത്. രക്ഷയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏക കാര്യമെന്ന് പറയുന്നത്
വിശ്വാസം മാത്രമാണ്. ഓക്കെ, അതവിടെ അടിവരയിട്ട് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു. ഞാനൊന്നുകൂടെ പറയാം. രക്ഷയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തിയുടെയും ആവശ്യം ഇല്ല. രക്ഷയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് വിശ്വാസം അല്ലെങ്കിൽ ആശ്രയം, യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് രക്ഷയ്ക്കായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട പ്രതികരണം. എന്നിട്ട് അപ്പം 9-ാം വാക്യത്തിൽ പറഞ്ഞു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ചെന്ന് നിന്നിട്ട് നമുക്കാർക്കും പ്രശംസിക്കാൻ, ബോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താ, ദൈവമേ നിൻ്റെ പുത്രൻ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഞാനിവിടെ എത്തിയത്, ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം അതിനകത്ത് എനിക്കൊരു റോളുണ്ട് എന്ന് പ്രശംസിക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഓക്കെ, യേശുവിൻ്റെ മരണത്തിലൂടെ മാത്രം, അതിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല. അത് 8-9 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ അതിനോട് ചേർത്ത് തന്നെ അപ്പോസ്തലൻ പറയുകയാണ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പം സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യമില്ലേ? ഉണ്ട്, സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പം ദൈവം നമ്മെ മുൻനിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് മുൻനിയമിച്ചത് എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നത്, നാം അവൻ്റെ പുത്രനെ പോലെ, പുത്രനോട് അനുരൂപരാകാനായിട്ടാണ് അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ടി മാത്രമല്ല, അതല്ല അവിടുത്തെ മുൻനിയമനം എന്ന് പറയുന്നത്. ചില ആളുകൾ പ്രത്യേകിച്ച് കാൽവിനിസത്തിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ ചെല്ലാനായിട്ടുള്ള മുൻനിയമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് സ്വർഗത്തിൽ ചെല്ലാനായിട്ട് മുൻനിയമിച്ചു എന്നല്ല, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മളങ്ങനെയാണ് കാണുന്നത്. അപ്പം യേശുവിനെ പോലെ ആകാനാണ് ദൈവം നമ്മളെ മുൻനിയമിച്ചത്. അപ്പം യേശുവിനെ പോലെ നമ്മളാകുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം അതിനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാം സൽപ്രവൃത്തികൾ ചെയ്യണം, യേശുവിനെ പോലെ ആകണം. അതാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. എന്നിട്ട് പറയുക, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ, അപ്പം അവിടെ പറഞ്ഞത് നാം ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട. അപ്പം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്തെല്ലാം സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് ദൈവം ഓൾറെഡി ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു മോഡലില്ലാതെ അല്ല ദൈവം ഈ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മോഡലില്ലാതെയല്ല. അപ്പം നമുക്കൊരു മോഡലുണ്ട് അല്ലേ? പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ കാൽച്ചുവടുകളെ പിൻചെല്ലേണ്ടതിന് അവൻ നമുക്കൊരു മാതൃക വച്ചിട്ട് പോയെന്ന്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമോ അതിന് ദൈവം ഒരു മോഡൽ ഓൾറെഡി ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? തൻ്റെ പുത്രൻ. അപ്പം ആ പുത്രനെ പോലെ നമ്മൾ ആവുക, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരിക്കലും നമ്മുടെ രക്ഷയ്ക്ക് നിദാനമാകുന്നില്ല. കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെ സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഡിസൈൻ. അതിനുള്ള മോഡലും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യാതെ തെറ്റിപ്പോയതിന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ചെയ്തത് പരിഹരിക്കാനായിട്ട് പറ്റില്ല. കാരണം
ഇവിടെ നമ്മൾ ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അതും നമ്മൾ ചെയ്യേണ്ടതിനായിട്ട് ദൈവം നേരത്തെ ഒരുക്കി വെച്ച കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ചെയ്യാതിരുന്നത് ദൈവം ഒരുക്കി വെച്ച് നമ്മൾ ചെയ്തില്ലായിരുന്നു. ആ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇനിയും നമ്മൾ ചെയ്യുന്നതിലൂടെ സാധിക്കില്ല. അപ്പം അതാണ് അവിടെ പറഞ്ഞത്. അപ്പം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ സൽപ്രവൃത്തികൾക്കായിട്ടാണ്, തൻ്റെ പുത്രനെ പോലെ ആകാനായിട്ടാണ്. അവനത് മുന്നൊരുക്കി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ മുന്നൊരുക്കി ഒരു ഡിസൈൻ ഉണ്ടാക്കി നമുക്ക് തന്നു. ആരാണത്? യേശുവാണ്. ആ യേശുവിനെ നോക്കി നമ്മൾ ജീവിക്കുക. എന്നാൽ അവിടെ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? എൻ്റെ തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കാനായിട്ട് ഞാൻ യേശുവിലേക്ക് നോക്കണം, യേശുവിൽ ആശ്രയിക്കണം. എൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ ഇന്ന് ഞാൻ പരാജയപ്പെടുന്നു, നാളെയും പരാജയപ്പെടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കില്ല. അതാണ് ആ 3 വാക്യങ്ങൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എവിടെയാണ് ക്ലിയർ ആകാത്തത് എന്ന് കൃത്യമായിട്ട് ചോദിക്കാം. അതില് പറഞ്ഞത് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഈ നാം ചെയ്ത് ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം. അടുത്തത് പറഞ്ഞു, നാം ചെയ്തു പോരേണ്ട ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ ക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്നതാണ് ശരി ഉദ്ദേശിക്കുന്നത്, ആണോ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. ഓക്കെ. ഫസ്റ്റ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് നമുക്ക് എഫേസ്യർ 2:8-9 വാക്യങ്ങളാണല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബ് 2:17 നോക്കുകയാണെങ്കിൽ വിശ്വാസമില്ല ഉണ്ട്, പക്ഷെ പ്രവൃത്തി ഇല്ലാതിരിക്കുന്നത് വിലക്കെടുക്കില്ല എന്നൊരു രീതിയിൽ എന്താ പറയാ വചനമുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം മറ്റേ. അതായത് അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. എന്റെ വിശ്വാസവും പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം. ഈ 2 വാക്യങ്ങൾ പാസ്റ്റർക്ക് എന്ത് തോന്നുന്നു? അതായത് ഈ 2 വാക്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബൈബിളിനകത്ത് വൈരുദ്ധ്യങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എപ്പോഴും ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിളിൽ നമുക്ക് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയതിനകത്ത് പ്രശ്നമായിരിക്കണം. അല്ലാതെ ബൈബിൾ ദൈവവചനം എന്നുള്ള നിലയിൽ അതിനകത്ത് വൈരുദ്ധ്യങ്ങളില്ല. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചത് എന്താണ്? ഇപ്പം എഫേസ് ലേഖനത്തിലാണെങ്കിലും റോമാലേഖനത്തിലാണെങ്കിലും എല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താണ്? രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, പ്രവർത്തികളാൽ അല്ല എന്ന്. അപ്പോൾ തന്നെ യാക്കോബിൻ ലേഖനത്തിൽ റജിബ്രർ വായിച്ച് കേൾപ്പിച്ച ആ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അപ്പം ഇവിടെ യാക്കോബ് ചർച്ച ചെയ്യുന്നത് എന്താണ് ശരിക്കും? അപ്പം അപ്പോസ്തലനായ പൗലോസും ഒക്കെ പറഞ്ഞു വന്നത് രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, പ്രവൃത്തികളാൽ അല്ല എന്ന് പറഞ്ഞു. അപ്പം യാക്കോബ് പറയുകയാണ്, വിശ്വാസം പ്രവൃത്തികളില്ലെങ്കിൽ അത് നിർജീവമാണ്, ആ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല, അല്ലേ? അപ്പം അവിടെ യാക്കോബും പറയുന്നത്
ആ വിശ്വാസം നിന്നെ രക്ഷിക്കില്ലെന്നാണ് പറയുന്നത്. അതല്ലേ പറയുന്നത്? ഇതുണ്ടോ അതിൻ്റെ 14-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പം യാക്കോബ് ചോദിക്കുന്നത് ആ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമോ? അപ്പം യാക്കോബ് ഒരിക്കലും പ്രവൃത്തികളാലുള്ള രക്ഷയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. യാക്കോബും വിരൽ ചൂണ്ടുന്നത് വിശ്വാസത്താലുള്ള രക്ഷയിലേക്ക് തന്നെയാണ്. അതാ ചോദിച്ചത്, ആ വിശ്വാസത്താൽ. അപ്പം യാക്കോബ് പറയുന്നത് ആ വിശ്വാസം രക്ഷിക്കില്ല, മറ്റേതോ വിശ്വാസമാണ് രക്ഷിക്കുക. ഏത് വിശ്വാസം? വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കുന്നു. ഓക്കെ, അപ്പം പ്രവൃത്തികളെ ഉളവാക്കാത്ത വിശ്വാസമാണെങ്കിൽ അത് രക്ഷിക്കുന്നില്ല. പ്രവൃത്തികളെ ഉളവാക്കുന്ന വിശ്വാസമാണെങ്കിൽ അത് രക്ഷിക്കുന്നു. ആ വ്യത്യാസം കറക്റ്റ് മനസ്സിലാക്കണം. അപ്പം യാക്കോബ് പറയുന്നത് പ്രവൃത്തിയല്ല രക്ഷിക്കുന്നത് വിശ്വാസമാണ്. പക്ഷേ വിശ്വാസം എന്ത് പുറപ്പെടുവിക്കും? പ്രവൃത്തി പുറപ്പെടുവിക്കും. എന്നിട്ട് 18-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരുത്തൻ പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട്, പ്രവൃത്തികളുണ്ട്. അല്ല, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ എനിക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വിശ്വാസം മറ്റു മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക? എനിക്ക് വിശ്വാസമുണ്ടെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകും? അതിൻ്റെ പ്രവൃത്തി കൂടിയാണ് മനസ്സിലാക്കുക. എൻ്റെ പ്രവൃത്തി കൂടാണ് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അത് എന്നിലൂടെ സൽപ്രവൃത്തികൾ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം രക്ഷ വിശ്വാസത്താൽ തന്നെയാണ്. ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൊരു രൂപാന്തരം ഉണ്ടാക്കും. ആ രൂപാന്തരം നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടും. പക്ഷെ നമ്മുടെ പ്രവൃത്തി അല്ല രക്ഷിച്ചത്, വിശ്വാസമാണ് രക്ഷിച്ചത്. ആ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്, പുറത്തേക്കുള്ള പ്രകടനമാണ് നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥ വിശ്വാസം അല്ലെങ്കിൽ എന്തില്ല? പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല, നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നില്ല. രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല, അത് നമ്മെ രക്ഷിച്ചിട്ടില്ലെന്നാണ്. ഇപ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, എനിക്ക് നിത്യജീവൻ, ഞാൻ വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിച്ചവനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സഹോദരനെ സ്നേഹിക്കും. സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം അവനിപ്പോഴും ജീവനിലേക്ക് കടക്കാതെ മരണത്തിൽ തന്നെയാണ് വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇതാണ് പൗലോസ് എഫേസ് ലേഖനത്തിലും റോമാലേഖനത്തിലും പറയുന്ന കാര്യവും യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യവും. ഈ ഒരു കാഴ്ചപ്പാടാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. ഞാനൊന്നുകൂടെ പറയാം, രക്ഷ വിശ്വാസത്താൽ തന്നെയാണ്, പ്രവൃത്തികൾ അതിന് കാരണമല്ല. പക്ഷേ യഥാർത്ഥ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുന്നു. ആ രൂപാന്തരം പ്രവൃത്തികളായിട്ട് വെളിപ്പെടുന്നു. എന്ന് വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ അല്ലെങ്കിൽ വിശ്വസിച്ച ഉടനെ നമ്മൾ പെർഫെക്റ്റ് ആവുകയൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ, കൽപ്പനകൾ അനുസരിക്കാൻ, സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നു, നമ്മൾ കഴിവുള്ളിടത്തോളം നമ്മളത് ചെയ്യുന്നു. അതാണ് ആ രണ്ട് പ്രയോഗങ്ങളും തമ്മിലുള്ള ബന്ധം. അത് വൈരുദ്ധ്യമല്ല, വ്യത്യാസമല്ല, അത് തമ്മിലുള്ള ബന്ധം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ
എവിടെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് വീണ്ടും ചോദിക്കാം, കുഴപ്പമില്ല. ഇല്ല, ക്ലിയർ ആയി. ഓക്കെ, വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് എഫേസ്യരുടെ ലേഖനം 1:4-5 വാക്യങ്ങൾ നമുക്ക് കാണാം. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവം നമ്മൾ തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ മക്കളായി നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോ നമുക്കൊരു വില്ലുണ്ടല്ലോ, ദൈവം നമുക്കൊരു കാര്യങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു വില്ല്. അപ്പൊ നമുക്കൊരു കാര്യം, അതായത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ മുൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഒരു തിരഞ്ഞെടുപ്പ് മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ, നല്ലത് തിരഞ്ഞെടുക്കാനും തീയത് തിരഞ്ഞെടുക്കാനാണെങ്കിലും. പക്ഷെ ആ ഒരു വില്ല് ഇവിടെ നഷ്ടമാകുന്നത് പോലെയല്ലേ, ദൈവം ഓൾറെഡി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ജെറി ചോദിച്ച ചോദ്യം ഒരു വളരെ നല്ല ചോദ്യമാണ്. അതായത് ഞാൻ ചോദിച്ചത് എഫേസ് ലേഖനത്തിൽ 1:4 ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ല്, നമ്മുടെ നമ്മുടെ സ്വതന്ത്ര തീരുമാനം അവിടെ നഷ്ടപ്പെടുകയല്ലേ. ദൈവം തിരഞ്ഞെടുത്തു, അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ആയി എന്നല്ലേ പറയുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഇതും ഒരു പ്രധാനമായിട്ട് 2 ആശയങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിലുള്ളത്. ഒന്നാമത്തത് കാൽവിനിസ്റ്റിക് ആശയമാണ്. കാൽവിനിസ്റ്റിക് ആശയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ എലക്ഷൻ എന്നാ പറയുക. അതായത് ഒരു വ്യവസ്ഥകളുമില്ലാതെ ദൈവം എന്ത് ചെയ്തു, ആളുകളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം ഇങ്ങനെ നിത്യതയിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു കുത്തിടുന്നു. അപ്പോൾ ഒരു കുത്തിടുമ്പോൾ ആ കുത്ത് ആരുടെ മേലാണോ വീഴുന്നത് അവനെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്തു. ഒരു വ്യവസ്ഥകളുമില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം തിരഞ്ഞെടുത്തവരെ അവരുടെ മുകളിൽ ദൈവം ഒരു ഇറസിസ്റ്റബിൾ ഗ്രേസ്, ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു കൃപ അവരുടെ മേലേക്ക് കൊടുക്കും. അപ്പോൾ അവർ എങ്ങനെയായാലും അവർ രക്ഷിക്കപ്പെട്ടിരിക്കും എന്ന് മാത്രമല്ല, അങ്ങനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പാപമൊട്ട് ചെയ്യത്തുമില്ല. അവരുടെ കാൽവിനിസ്റ്റുകളുടെ രക്ഷാഭദ്രത എന്ന് പറയുന്ന ഉപദേശം അതാണ്. ദൈവം തിരഞ്ഞെടുത്തവർ എങ്ങനെയായാലും രക്ഷിക്കപ്പെട്ടിരിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും പാപം ചെയ്യില്ല എന്നാണ് കാൽവിനിസ്റ്റുകളുടെ പഠിപ്പിക്കൽ. അപ്പോൾ അത് ശരിക്കും ജെറി ചോദിച്ചതുപോലെ മനുഷ്യൻ്റെ ഫ്രീ വിൽ, അവരുടെ ഇച്ഛാശക്തി എന്നുള്ള ആ കാര്യത്തെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അർമേനിയനിസമാണ്. അപ്പോൾ അർമേനിയൻ ചിന്താഗതി അനുസരിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം പ്രവൃത്തിയാലുള്ള രക്ഷ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു, നമ്മുടെ ശ്രമഫലമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയും, അപ്പം ആ പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ചിന്തയുമൊക്കെയാണ് അർമേനിയൻ ചിന്തയിൽ വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിളിനകത്ത് വൈരുദ്ധ്യമില്ല. ബൈബിളിനകത്ത് വൈരുദ്ധ്യം തോന്നുന്നെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ തെറ്റാണത്. അപ്പോൾ ഇവിടെ എഫേസ് ലേഖനത്തിൽ പറഞ്ഞു ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. എന്താ കാര്യം? ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് വേദപുസ്തകത്തിൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പലപ്പോഴും ആ വാക്യം എഫേസ് ലേഖനത്തിൻ്റെ ക്ലാസ്സുകളിൽ വായിച്ചിട്ടുള്ള വാക്യം തന്നെയാണിത്. ഒന്നുകൂടെ വായിക്കാം. അതായത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അല്ലെങ്കിൽ 1-2 വാക്യം ഒരുമിച്ച് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്,
പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. ഇപ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് താൻ എഴുതിയത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം വൃതന്മാരായവർ. അവിടെ വൃതന്മാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എലക്റ്റഡ് എന്ന, ചൂസ്ഡ് വൺ. ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ കൊടുത്തേക്കുന്നത്, എലക്റ്റഡ് എന്ന. മലയാളത്തിൽ വൃതന്മാർ എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ എലക്റ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അൺകണ്ടീഷണലായിട്ടല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ്, ദൈവത്തിൻ്റെ ഫോർ നോളജ്, ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവൻ ആദിയിൽ തന്നെ അവസാനവും കാണുന്നവനാണ്. അപ്പം ദൈവത്തിന് നിത്യതയിൽ ലോകസ്ഥാപനത്തിനു മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ അവൻ ആ സുവിശേഷത്തോട് എങ്ങനെ പ്രതികരിക്കും എന്ന് ദൈവത്തിന് അറിയാം. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ എലക്ഷനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന് മുന്നമേ അറിയാം. അപ്പോൾ ദൈവം ഒരിക്കലും ആരെയും കുറച്ചു പേരെ സ്വർഗത്തിൽ പോകാനും കുറച്ചു പേരെ നരകത്തിൽ പോകാനുമായിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മുൻനിർണയമല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം മുൻനിർണയിച്ചത് തൻ്റെ പുത്രനെ പോലെ ആകാനാണ് മുൻനിയമിച്ചത്. ഈ എലക്ഷൻ എന്ന് പറയുന്ന ഇതാണ്, ദൈവം നിത്യതയിൽ ഇരുന്ന് തന്നെ അവൻ കണ്ടു. എന്താ, സുവിശേഷത്തോട് ആരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിത്യതയിൽ ഇരുന്ന് തന്നെ അവൻ മനസ്സിലാക്കിയിട്ട് ആ സുവിശേഷത്തോട് ശരിയായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നവരെ അവൻ എന്ത് ചെയ്തു, നേരത്തെ തിരഞ്ഞെടുത്തു. അതവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള മുന്നറിവിൽ നിന്നിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ മുന്നറിവും തിരഞ്ഞെടുപ്പും മുൻനിർണയവും ഒരുമിച്ച് വച്ചെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും ദൈവത്തിൻ്റെ ഈ മുന്നറിവ് എന്നുള്ള ഭാഗം നമ്മൾ മറക്കുമ്പോഴാണ് നമുക്കിതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കാം. അതായത് ഇപ്പോ ദൈവത്തിന് എല്ലാം അറിയാം. ഈ ലോകത്തിന്റെ ആരംഭം മുതൽ അന്ത്യം വരെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തില് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ വചനം സംസാരിക്കുന്നത് എന്നല്ലേ പാസ്റ്റർ പറയുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. എഫേസ്യ ലേഖനത്തിനാണ് ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കോപിക്കുന്നത് ശരിക്കും ഒരു പാപമാണോ? ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും നമ്മൾ ദൈവത്തിന് കോപിക്കാനുള്ള അധികാരമുണ്ട്, കാരണം സൃഷ്ടാവാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും പല കഥാപാത്രങ്ങളും കോപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കോപം വരുന്നത് ഒരു വികാരം മാത്രമായിട്ട് കൺസിഡർ ചെയ്യാതെ ഒരു പാപമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഞാനത് എഫേസ്യ ലേഖനത്തിൻ്റെ പഠനത്തിൽ അവിടെ എത്തുമ്പോൾ വിശദമായിട്ട് ഞാൻ ആ കാര്യം ചർച്ച ചെയ്യും. എങ്കിലും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. എഫേസ്യ ലേഖനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോപിച്ചാൽ പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വാക്യാന്ന് ഓർക്കുന്നുണ്ടോ? വാക്യം ഞാൻ പറഞ്ഞുതരാം. വാക്യം 4:26 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. അപ്പം കോപം പാപമല്ല, കോപിച്ച് കഴിയുമ്പോൾ പാപം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കോപിക്കരുത് എന്നല്ല പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. അപ്പോൾ ഈ പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോപത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് അറിയില്ലെന്നുള്ളതാണ്. അതൊരു വലിയൊരു പഠനമായതുകൊണ്ട് ഞാൻ എഫേസ്യ ലേഖനത്തിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്താണെങ്കിലും കോപിക്കരുത് എന്ന്, അല്ലെങ്കിൽ കോപം പാപമാണ് എന്ന് ബൈബിള് പറയുന്നില്ല.
ഇപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് ദൈവം കോപിക്കുന്നതായിട്ട്. അപ്പോൾ കോപം പാപമാണെങ്കിൽ ദൈവം പാപം ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറ്റില്ല. യേശു കോപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയല്ല. അപ്പോൾ കോപം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. പക്ഷേ ഈ കോപിക്കുന്ന സമയത്ത്, കോപമുള്ള സമയത്ത് എന്ത് ചെയ്യും? പാപം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി കോപിക്കുന്നത് പാപമാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരിക്കലും കോപിക്കരുത് എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിനകത്തേക്ക് വരും. അത് സത്യത്തിൽ മലയാളം തർജ്ജമയിൽ വന്നിട്ടുള്ളൊരു പെസകാത്. കാരണം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ന്യായമായ കാരണം കൂടാതെ കോപിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരനോട് ന്യായമായ കാരണം കൂടാതെ കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുന്നതാണ്. അപ്പോൾ കോപിക്കാൻ ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതില്ലാതെ കോപിക്കുന്നവൻ ആ പ്രശ്നമാണ്. ഇപ്പോൾ ബൈബിൾ അനുവദിച്ചിട്ടുള്ള കോപിക്കാൻ ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമുക്ക് കോപിക്കാം, കുഴപ്പമില്ല, അത് പാപമല്ല. പക്ഷെ അപ്പോഴും കോപിച്ചാൽ പാപം ചെയ്യരുത്. ഓക്കെ, അതാണ് ആ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ കോപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ വലിയൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലേണത്തിലെ ആ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മളത് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഭാഗം ക്ലിയറായി എന്നെനിക്ക് തോന്നുന്നു. ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതായത് കോപം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. തികച്ചും അതിനെ ഒരു വികാരമായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക. എന്നാൽ കോപിക്കാനായിട്ട് ഏതെങ്കിലും തക്കതായ വിഷയം ഉണ്ടെങ്കിൽ അത് പാപമായിട്ട് മാറില്ല. അതെ അതെ, കോപിക്കാനായിട്ട് നമുക്ക് ബൈബിൾ പറയുന്ന ന്യായമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതിനകത്ത് കോപിച്ചു കഴിഞ്ഞാൽ അത് പാപമല്ല. പക്ഷേ കോപം നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകരുത്. ആ ന്യായമായിട്ടുള്ള കോപമാണെങ്കിൽ പോലും നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകരുത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ ഏകദേശമൊക്കെ ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ ബൈബിൾ എങ്ങനെ പഠിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഉള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിൻസ് പാസ്റ്ററെ പ്രാർത്ഥിക്കാമോ?